നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മത്സരിക്കാൻ വന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 10 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. വിന്നർക്ക് സമ്മാനമുണ്ട്, റണ്ണർപ്പിന് സമ്മാനമുണ്ട്, ആൻഡ് മൂന്നാം സ്ഥാനത്തുള്ളവർക്കും സമ്മാനമുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. 30 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയാം. ചോദ്യം സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടാക്കുന്ന രാജ്യം? ഓപ്ഷൻ 1 ഇന്ത്യ, ഓപ്ഷൻ 2 ശ്രീലങ്ക, ഓപ്ഷൻ 3 നേപ്പാൾ, ഓപ്ഷൻ 4 USA. Your countdown start now. 30 സെക്കൻഡാണ്. 30 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയാം. അതെ, താങ്കൾ പറഞ്ഞ ഉത്തരം, താങ്കൾ ടീം പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ചിത്രം? ഓപ്ഷൻ എ പതേർ പാഞ്ചാലി, ഓപ്ഷൻ 2 ബാലൻ, ഓപ്ഷൻ 3 ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, ഓപ്ഷൻ ഡി ഹരിശ്ചന്ദ്ര. യുവർ കൗണ്ട്ഡൗൺ സ്റ്റാർട്ട് നൗ. തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ കൗണ്ട്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 1, 2, 3. അതെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ചിത്രം. ഇനി അടുത്ത ചോദ്യം ഇതാണ്: സംസാരിക്കുന്ന പ്രഥമ ചിത്രം, ഇന്ത്യൻ ചിത്രം? ഓപ്ഷൻ 1, അതായത് സംഭാഷണങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ആദ്യ ചിത്രം, സംഭാഷണങ്ങൾ തുടങ്ങി വെച്ച ചിത്രം എന്ന് പറയുന്ന ചിത്രം ഏതാണ് ഇന്ത്യയിൽ? ഓപ്ഷൻ എ രാജാ ഹരിശ്ചന്ദ്ര, ഓപ്ഷൻ ബി ബാലൻ, ഓപ്ഷൻ സി ആലം ആര, ഓപ്ഷൻ ഡി ദീവാർ. ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് തന്നെ പറയും. 30 സെക്കൻഡിനുള്ളിൽ തന്നെ പറയുക. യുവർ കൗണ്ട്ഡൗൺ സ്റ്റാർട്ട് നൗ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആലം ആര, സംസാരിക്കുന്ന പ്രഥമ ചിത്രം. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കളർ ചിത്രം? ഓപ്ഷൻ 1 പതേർ പാഞ്ചാലി, ഓപ്ഷൻ 2 എലിപ്പത്തായം, ഓപ്ഷൻ 3 കിസാൻ കന്യ, ഓപ്ഷൻ 4 ദേവദാസ്. യുവർ കൗണ്ട്ഡൗൺ സ്റ്റാർട്ട് നൗ. അതെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കിസാൻ കന്യയാണ് ഇന്ത്യ നിർമ്മിച്ച ആദ്യ പ്രഥമ കളർ ചിത്രം. ഇനി അടുത്തത്: ഇന്ത്യൻ സിനിമയുടെ പിതാവ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി ദാദാ സാഹേബ്, ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. അതെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദാദാ സാഹേബ്, അദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബാണ്. ദാദാ സാഹേബ് രാജാ ഹരിശ്ചന്ദ്രയുടെ നിർമ്മാതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. 1913 ചിത്രം നിർമ്മിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ ചിത്രമാണ്?
വളരെ ഫേമസ് ആയ ഒരു ചിത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ ചിത്രം. ഇനി അങ്ങോട്ട് ഓപ്ഷനുകളില്ല, പറയേണ്ടത് പെട്ടെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ ചിത്രം. അതെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. വുഡ് കട്ടറാണ് ആദ്യത്തെ കാർട്ടൂൺ ചിത്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ പ്രഥമ, അതായത് ആദ്യത്തെ സംസ്കൃത ചിത്രം. അതെ, ഓപ്ഷൻസുകളില്ല, നിങ്ങൾ നേരിട്ട് തന്നെ ഉത്തരം പറയേണ്ടതാണ്. ഓപ്ഷൻസ് ഇല്ലാത്ത ഉത്തരം പറയേണ്ടതാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. 1 2 3. അതേ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആദിശങ്കരാചാര്യയാണ് ആദ്യത്തെ സംസ്കൃത ചിത്രം. സംസ്കൃതം വളരെ മികച്ച ഒരു ഭാഷയാണ് എന്ന് പറഞ്ഞാൽ ദേവകുല ഭാഷ എന്നൊക്കെ പറയും പോലെ തന്നെ പ്രസിദ്ധമാണ് സംസ്കൃത ഭാഷ. ഇനി ഇന്ത്യയിലെ അടുത്ത ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിലെ പ്രഥമ 70mm ചിത്രം. നമുക്ക് സുപരിചിതമായ ഒരു ചിത്രമാണ്, വളരെ ഫേമസ് ആയ ഒരു ചിത്രമാണ്, മലയാള ചിത്രമാണ്. അത്രേ ക്ലൂ കൂടി ഞാൻ തന്നു കഴിഞ്ഞു. മലയാള ചിത്രമാണ്. ഏതാണ് ആ സിനിമ? ഓപ്ഷൻസ് ഇല്ലാത്തതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞു. ആദ്യം താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പടയോട്ടമാണ് ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് ഇന്ത്യയിലെ ഹോളിവുഡ് എന്നറിയപ്പെടുന്ന സ്ഥലം വേണമെങ്കിൽ പറയാം, നഗരം എന്ന് പറയാം, വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ചിരപരിചിതമാണ് ആ സ്ഥലം. അതേ, ഓപ്ഷൻ ശരിയാണ്. മുംബൈ ആണ് ഇന്ത്യയുടെ ഹോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഡാഷ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഡാഷ്. ഉത്തരം ശരിയാണ്. സ്വർണ്ണക്കമലാണ് ഏറ്റവും മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരം. ഓക്കെ, ഉത്തരങ്ങൾ എല്ലാവർക്കും എനിക്ക് കിട്ടി. എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിന്നർ സി ഗ്രൂപ്പാണ്. സി ഗ്രൂപ്പ് വിജയിച്ചു. അവർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.